നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 587th day. Today Pradhamaskanda 3rd chapter 24th ശ്ലോകം. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 587 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 24ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രധാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 24ാമത്തെ ശ്ലോകം. തതക്കലൗ സംപ്രവൃത്തി സമ്മോഹായ സുരദ്വിഷാം ബുദ്ധോ നാംനാ ജനസുധ കീകടേഷു ഭവിഷ്യതി. ഓം തത്സത്. തദൗ കലൗ സംപ്രവൃത്ത സമ്മോഹായ സുരദ്വിഷാം ബുദ്ധോ നാമ ജനസുധ കീകടേഷു ഭവിഷ്യതി. ഓം തത്സത്. പദം പിരിച്ച് പറയണമെന്ന് ചിലർ ആവശ്യപ്പെട്ട പ്രകാരമാണ് ശ്ലോകത്തിനെ പദം പിരിച്ച് പറയുന്നത്. തദ കലോ സംപ്രവൃത്തെ സമ്മോഹായ സുരദ്വിഷാം ബുദ്ധോ നാംന ജനസുത കീകടേഷു ഭവിഷ്യതി. ബുദ്ധോ നാംന അജനസുത കീകടേഷു ഭവിഷ്യതി. അജനസുത എന്നാണ് അവിടെ വരിക. തതോ പിന്നെ കലികാലത്ത് സംപ്രവർത്തി നന്നായി പ്രവർത്തിക്കുമ്പോൾ സുരദിശാം ദേവശത്രുക്കളുടെ സമ്മോഹത്തിനായിക്കൊണ്ട് ബുദ്ധാനാംന ബുദ്ധൻ എന്ന പേരോടുകൂടെ അജനസുത അജനപുത്രനായിട്ട് കീകടേഷു കീകട രാജ്യങ്ങളിൽ ഭവിക്കും. ഭഗവാന്റെ അവതാരം തന്നെയാണ് ശ്രീബുദ്ധൻ. 21ാമത്തെ അവതാരമായിട്ട് ബുദ്ധാവതാരം ഇനിമേലിൽ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. കലിയുടെ പ്രവൃത്തി എങ്ങും ഒരുപോലെ പിടികൂടിയിരിക്കുമ്പോൾ കീകട രാജ്യങ്ങളിൽ കപിലവസ്തു എന്ന സ്ഥലത്ത് അജനൻ എന്ന രാജാവിൻ്റെ പുത്രനായിട്ട് ബുദ്ധൻ ജനിക്കും. ബുദ്ധനായിട്ട് ഭഗവാൻ അവതരിക്കും. ദേവശത്രുക്കളെ തൻ്റെ ഉപദേശത്താൽ മോഹിപ്പിക്കും എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ഉപദേശം കൊണ്ട് ശത്രുക്കളെ ഇല്ലാതാക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ബുദ്ധൻ്റെ അവതാരമാണ്. മുൻകൂട്ടി പറയുകയാണ്. ബുദ്ധൻ അവതരിക്കുന്നതിന് മുൻപേ ആയിട്ടാണ് ശ്രീമദ് മഹാഭാഗവതം രചിക്കപ്പെട്ടത് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ശ്ലോകം ഒരിക്കൽ കൂടി. തദൗ കലോ സംപ്രവൃത്തി സമ്മോഹായ സുരദ്വിഷാം ബുദ്ധോ നാംന ജനസുധ കീകടേഷു ബുദ്ധോ നാംനാ ജനസുധ കീകടേഷു ഭവിഷ്യതി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.